നമസ്കാരം. സ്മാർട്ട് കോർ PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോദ്യം: വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ചോദ്യം ആവർത്തിക്കാം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻസ്: എ 9ാം പഞ്ചവത്സര പദ്ധതി, ബി 8ാം പഞ്ചവത്സര പദ്ധതി, സി 6ാം പഞ്ചവത്സര പദ്ധതി, ഡി 7ാം പഞ്ചവത്സര പദ്ധതി. എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PSC നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള മേഖലയാണ് പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമുക്ക് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സുകൾ നോക്കാം. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951 ആണ്. 1950 മാർച്ച് 15-ന് ഇന്ത്യയിൽ ഒരു ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അതായത് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതായത് പഞ്ചവത്സര പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. ഇത്തരത്തിലുള്ള പദ്ധതികളെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, സമത്വം എന്നിവയാണ്. നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളും നോക്കാം. പദ്ധതികളും കാലയളവും ലക്ഷ്യവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയായിരുന്നു കാലയളവ്. ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. ലക്ഷ്യം വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ. ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ആണ് നടപ്പിലാക്കിയത്. പിന്നീട് 69 മുതൽ 74 വരെയാണ് 4ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച. പിന്നീട് 74 മുതൽ 78 വരെ 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. 79-80 കാലയളവിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. 1980 മുതൽ 1985 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപ്പ് കാലഘട്ടം 1951 മുതൽ 56 വരെ ആയിരുന്നു. ഈ പദ്ധതിയുടെ ഊന്നൽ മേഖല അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപ്പ് കാലഘട്ടം 1956 മുതൽ 61 വരെ ആയിരുന്നു. ഈ പദ്ധതിയുടെ ഊന്നൽ മേഖല വ്യവസായ വികസനമായിരുന്നു. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപ്പ് കാലഘട്ടം 1961 മുതൽ 66 വരെ ആയിരുന്നു. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു. 1969-74 കാലയളവിൽ 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് സ്ഥിരതയോടുകൂടിയ വളർച്ചയായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി 1974-78 കാലയളവിൽ നടപ്പിലാക്കിയത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ലക്ഷ്യം വെച്ചായിരുന്നു 1980-85 കാലയളവിൽ 6ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലഘട്ടത്തിൽ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും ലക്ഷ്യം വെച്ചു. പിന്നീട് 90 മുതൽ 92 വരെയുള്ള 2 വർഷങ്ങൾ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്.
എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെ മാനവശേഷി വികസനം ലക്ഷ്യം വെച്ചു. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ചു. ഇതാണ് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടത്. വികേന്ദ്രീകൃത ആസൂത്രണം ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കിയത്. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചത്. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ് നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ച്, അതായത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത് 2012 മുതൽ 2017 വരെയാണ്. 2015 ആസൂത്രണ കമ്മീഷൻ ക്യാൻസൽ ആവുകയും നമ്മുടെ നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ 2012 മുതൽ 2015 വരെയാണ് ഈ 12ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലായത്. പിന്നീട് അങ്ങോട്ട് നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങളാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. 1985-90 കാലയളവിൽ 7ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു. മാനവശേഷി വികസനം ലക്ഷ്യം വെച്ചായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 കാലഘട്ടത്തിൽ നടപ്പാക്കിയത്. 97 മുതൽ 2002 വരെ കാലയളവിൽ നടപ്പാക്കിയ 9ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ആയിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപ്പ് കാലഘട്ടം 2002 മുതൽ 2007 വരെയായിരുന്നു. ഈ പദ്ധതിയിലൂടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത്. 2012-17 കാലയളവിൽ 12ാം പഞ്ചവത്സര പദ്ധതി നടപ്പിൽ വന്നു. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചായിരുന്നു ഈ പദ്ധതി നടപ്പാക്കിയത്. പഞ്ചവത്സര പദ്ധതികൾ അറിയപ്പെടുന്ന പേരുകളാണ്. 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നും അറിയപ്പെടുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി മെഹ്ലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. 3ാം പഞ്ചവത്സര പദ്ധതി ചില ബുക്കുകളിൽ 4ാം പഞ്ചവത്സര പദ്ധതി എന്നും കാണുന്നുണ്ട്. ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നു. മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 2. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. 3. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ. അതായത് ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഹരിത വിപ്ലവത്തെ കുറിച്ച് കൂടുതൽ പോയിന്റ്സ് നോക്കാം. 1960 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ കാർഷിക രംഗത്ത് സമൂലമായ മാറ്റമുണ്ടായി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ഇതിനെയാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. അപ്പൊ ഈ ഹരിത വിപ്ലവത്തിന് പ്രധാനമായും 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 1965-75 കാലഘട്ടത്തിൽ ഹരിത വിപ്ലവം പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കൂടുതലായും ഗോതമ്പ് ഉൽപാദനത്തിലാണ് വർധനവുണ്ടായത്. അതിനാൽ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തെ ചിലർ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കാറുണ്ട്. രണ്ടാം ഘട്ടത്തിൽ, അതായത് 1975 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിൽ ഹരിത വിപ്ലവം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും വ്യാപിപ്പിച്ചു.
അപ്പൊ ഒന്നുകൂടെ പറയാം, ശരിയായ ജലസേചനം, വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം എന്നിവയോടൊപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനമാണ് സർപതി സൊനോറ. MS സ്വാമിനാഥൻ മരണമടഞ്ഞത് 2023 സെപ്റ്റംബർ 28-ന്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോന, സൊണാലിക എന്നിവ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കൽ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിക്കുകയും ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിലുമുള്ള ആശ്രയത്വം കുറഞ്ഞു. കാർഷിക മേഖലയിലെ ഉയർന്ന ഉൽപാദനം വിപണന മെച്ചം സൃഷ്ടിച്ചു. കർഷകന് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ വിൽക്കുവാൻ സാധിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഇത് താഴ്ന്ന വരുമാനക്കാരായ വിഭാഗങ്ങൾക്ക് പ്രയോജനം ചെയ്തു. ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. നേട്ടങ്ങൾ മാത്രമല്ല, ഹരിത വിപ്ലവത്തിന് ചില ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ ആണ്: ഹരിത വിപ്ലവം ചെറുകിട കർഷകരെയും ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. പുതിയ സാങ്കേതിക വിദ്യയുടെ ചിലവ് വഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്കായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ അവർ കൂടുതൽ ലാഭം കൊയ്തു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായ തോതിൽ കുറയുന്നതിനും കാരണമായി. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ദോഷകരമായി ബാധിച്ചു. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപാദനത്തിൽ ഒതുങ്ങി നിന്നു. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങളായി പറയുന്നത്. താങ്ക് യു.